ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താലും മതി. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ആൻസർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് ഇവിടെ ഉണ്ടാവും, അതിൽ നിങ്ങൾ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇനി കളേഴ്സിലൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു കളർ തന്നെ സെറ്റ് ചെയ്യുകയാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മൂവ് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് പ്ലേസ് ചെയ്യുക. ഇപ്പം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി പോസ്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു സ്റ്റോറി നമ്മൾ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരു ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് അതിന് ആൻസേഴ്സ് ഒക്കെ തരാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് സ്റ്റോറിയിൽ ക്വസ്റ്റ്യൻസും കൂടി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.